വെൽക്കം ടു മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ടാണ് അടിപൊളി ഡിഷ് ഉണ്ടാക്കാം. ഇത് ചോറിന് കൂട്ടാനായും ഉപ്പുമാവിനൊക്കെ പകരം ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്സായിട്ടും കഴിക്കാവുന്ന ഒരു അടിപൊളി വിഭവമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം വെക്കേഷൻ സമയമായതുകൊണ്ട് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ പൊളിക്കാനായിട്ട് കുട്ടികൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെള്ള തൊലി മാത്രം മാറ്റിയാൽ മതി. ആ ബ്രൗൺ സ്കിൻ വളരെ ഹെൽത്തിയാണ്, ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അത് ചക്കക്കുരുവിൻ്റെ തൊലി പൊളിക്കാൻ നമുക്ക് എളുപ്പവുമാണ്. ചക്കക്കുരു പൊടിപാസ് ഉണ്ടാക്കാൻ വേണ്ടി ചക്കക്കുരു ക്ലീനാക്കി ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5-6 വിസിൽ അടിക്കുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ പൊടിക്കാൻ പറ്റത്തില്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ശലഭത്തിന് ഇത്രയും ചക്കക്കുരുവുണ്ട്, ഏറെ ചക്കക്കുരുവുണ്ട്. ചൂടായ പാനിലേക്ക് ഇച്ചിരി പരന്നൊരു പാത്രം തന്നെയാണ് നല്ലത്. കടുകിടാം, ഉഴുന്നും പരിപ്പിടാം, കറിവേപ്പില ചേർക്കാം, വറ്റൽമുളകും പച്ചമുളകും ചേർക്കാം. ഞാൻ എരിവിൻ്റെ പാകത്തിന് പച്ചമുളകും വറ്റൽമുളകുമാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1.5 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൽ ഒത്തിരി ഗുണങ്ങളുള്ളതുപോലെ തന്നെ അതൊരു ഗ്യാസ് ഫോമിങ് ഫുഡാണ്. അതുകൊണ്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. ചെറുള്ളി ചേർക്കാം. ഞാനൊരു 12 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരട്ടെ. ചെറുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള ചേർക്കാം. സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി തീ കൂട്ടി വെച്ച് അടുത്ത് നിന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മുരിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുന്നത്. ഇതിലേക്ക് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ഈ സമയത്ത് തന്നെ കുറച്ച് മുരിങ്ങയില ചേർക്കാം. വീട്ടിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. മുരിങ്ങയില ആവിയിൽ പെട്ടെന്ന് അങ്ങ് വെന്തോളും.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കുമ്പോൾ തന്നെ ആ ആവിയിൽ മുരിങ്ങയില വെന്തോളും. ഇതിലേക്ക് ചിരണ്ടിയ തേങ്ങ ചേർക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു പൊടിമാസ് റെഡി ആയിട്ടുണ്ട്. ഉപ്പോ എരിവോ ഒക്കെ പാകമാണോ നോക്കി വാങ്ങാം. എരിവ് കുറവാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാം. ഏറ്റവും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചക്കക്കുരു പൊടിമാസ് റെഡി ആയിട്ടുണ്ട്. ഈ സീസണിൽ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.